നമ്മൾ ഇന്ന് ഈ എല്ലാത്തിനെയും വലിച്ച് കാറി കയറ്റി നമ്മളൊരു സ്ഥലത്ത് പോകാം കേട്ടോ. നമുക്ക് കുറച്ച് വൈബ്, കുറച്ച് ആംബിയൻസ് ഒക്കെ, നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടോ. നമ്മൾ ആ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടോ. നമ്മുടെ അഭിലാഷേട്ടനൊക്കെ, ഏട്ടൻ്റെ ബ്രദറായിട്ടുള്ള അഭിലാഷേട്ടനൊക്കെ നോക്കി നടത്തുന്ന ഒരു ഫാമാണ്. അവിടെ ഇത് നമുക്ക് കൈ എത്തി തൊടാവുന്ന ചക്കയും അതുപോലെ കോഴികളുണ്ട് കേട്ടോ. കോഴികളെന്ന് പറയുമ്പോൾ നമുക്ക് കോഴികളെന്ന് പറയാനേ പറ്റത്തില്ല. എന്ത് ഭംഗിയാണെന്നറിയാം കോഴികളെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തി, നമുക്ക് എടുത്ത് ഉമ്മ വെക്കാൻ തോന്നും അങ്ങനത്തെ കോഴികളാണ്. അപ്പോൾ തന്നെ എൻ്റെ അമ്മേനോട് പറയുക, എനിക്കും വേണം കോഴി ഫാം, എനിക്കും കുറേ കോഴികളെ വേണം, വീട്ടിൽ കോഴികളെ വേണം. അമ്മയുടെ കോഴീനെയൊക്കെ പട്ടി പിടിച്ചുകൊണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കും പുതിയ ഫാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെയും പണി കിട്ടി. ഇനി നമുക്ക് ചൂണ്ടയിടാൻ പോവാം. അവിടെ വലിയൊരു മീൻകുളം ഉണ്ട് കേട്ടോ, വലിയ മീൻകുളമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചൂണ്ടയിടാൻ പോവാണ്. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മുംതാസ് എൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മീനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞു നമ്മൾ ഈ ചൂണ്ടയിട്ടുകൊണ്ട് നിന്നാൽ അധികം കിട്ടത്തില്ല, വലിയ മീനെയൊക്കെ വേണമെങ്കിൽ വല വീശി തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ വല വീശാൻ വേണ്ടി ഇറങ്ങി വെക്കുക കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര നമ്മുടെ ആ ഒരു ദിവസം ഭയങ്കര കളറായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾ വലയൊക്കെ വീശുന്നുണ്ട്. നമുക്ക് വലിയ മീനുകളെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. ചൂണ്ടയിട്ടിട്ട് എനിക്ക് കിട്ടിയതെല്ലാം ചെറിയ ചെറിയ മീനുകളായിരുന്നു. അപ്പം വലിയ മീൻ അവരിങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് മീനിൻ്റെ. അപ്പം രാവിലെ പിടിച്ചപ്പം വലിയ മീനുകളെ കിട്ടി. അപ്പോൾ നമുക്ക് ഒരു വലിയ മീനെ കേട്ടോ കിട്ടിയേക്കുന്നത്, ഒരെണ്ണത്തെ കിട്ടി. ചെറുതിനെയൊക്കെ നമ്മൾ തിരിച്ച് ആ കുളത്തിലേക്ക് തന്നെ ഇട്ട്. സിലോപ്പിയോ അങ്ങനെ, എൻ്റെ മീനിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല, സിലോപ്പി എന്നാണ് പറയുന്നത്. ആ മീനാട്ടോ. പിന്നെ ജാസ്മിൻ ഉണ്ട് കേട്ടോ. ജാസ്മിനും വലയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഇപ്പം കാണിച്ചു തരാം. കൂടുതൽ മീനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വലയിടുക കേട്ടോ. അവർ രണ്ടുപേരുടെ മത്സരിച്ച് മീനെ പിടിക്കുക. അഭിലാഷേട്ടനും ജാസ്മിനും മത്സരിച്ച് മീനെ പിടിക്കുക കേട്ടോ. ജാസ്മിനും ഒരു വലിയ മീനെ കിട്ടിയിട്ടുണ്ട്. ജാസ്മിനും ഒരെണ്ണത്തെ കിട്ടുകയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും നമ്മൾ പുഴയിൽ തന്നെ തിരിച്ചു വിട്ട്. പിന്നെ നമ്മൾ കിട്ടിയ മീനൊക്കെ അതേ പെറുക്കി കവറിലാക്കുവാണ്. നല്ല പിടയ്ക്കുന്ന മീനാണ്. പിന്നെ അതായത് ചക്ക, അതുപോലെ തന്നെ കപ്പങ്ങ എന്ന് പറയും, നമ്മൾ ഓമയ്ക്ക എന്നാണ് കേട്ടോ നമ്മൾ പറയാം. ഓമയ്ക്കയൊക്കെ കുത്തിയിടുന്നുണ്ട് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി. അവസാനം ഞാൻ വയ്യാണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് തളർന്നു പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അഭിലാഷേട്ടൻ്റെയും ജാസ്മിൻ്റെയും കൂടെ ആയിരുന്നു. ഒരുപാട് സന്തോഷം.